am Deepa S. Panikar here inside my house. Now the time is 9:20. അപ്പോൾ ഞാൻ പറയുന്നത് 9:20 ഇന്ന് ഫെബ്രുവരി 15 ശിവരാത്രിയാണ്. അപ്പം ഇവന്മാർക്ക് ഭയങ്കര പല പല കഥകളുണ്ടാക്കണം ഇവന്മാർക്ക് നമ്മളെക്കുറിച്ച്. ഇവിടെയാണ് ഇരിക്കുന്നതെങ്കിൽ ഇവന്മാർ നമ്മളെ പലയിടത്താക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുന്നത്തൂർ, ചിറയിൻകീഴ്, നെടുമങ്ങാട്, കൊല്ലം ഇങ്ങനെയൊക്കെയുള്ള പല സ്ഥലങ്ങളിൽ നമ്മളുടെ ലൊക്കേഷൻസ് ആക്കിയിട്ട് ഭയങ്കര കഥകളാണ് ഇവന്മാർ. നമ്മൾ അവിടെ എവിടെയൊക്കെയോ ആണെന്നൊക്കെയുള്ള കഥകളും അങ്ങനെ ഭയങ്കര തേർഡ് റേറ്റ് കഥകൾ, ഭയങ്കര സൈബർ ആക്ടിവിറ്റീസ്, ക്രിമിനൽ ആക്ടിവിറ്റീസാണ് ഇവന്മാർ ചെയ്യുന്നത്. നമ്മുടെ ലൊക്കേഷൻസ് ഒക്കെ മാറ്റി നമ്മളെ അതും ഇതുമാക്കുക. ഇങ്ങനെ പല പല വേലകളാണ് ഇവന്മാർക്ക്. അപ്പോൾ ഇന്നലെ തന്നെ നമ്മൾ ഈ രാജേഷ് ഗംഗ എന്ന് പറയുന്നവരവൻ ഇങ്ങനെ കിഴക്കേലോട്ട് വരും. ഇങ്ങനെ വന്നേച്ച് രാവിലെയും വരുന്നത് എളുപ്പാങ്കാലത്തെയും വരുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുവിടാൻ വരികയാണ്, കൊണ്ടുപോവുകയാണ് എന്നൊക്കെയുള്ള ഡ്രാമകളാണ്. രാത്രി കൊണ്ടുപോകും, രാവിലെ കൊണ്ടുവരും എന്നൊക്കെയുള്ള ഡ്രാമകളാണ് ഇവന്മാർ കാണിക്കുന്നത്. അതുപോലെ തന്നെ വടക്കേലെ ഒരു സുബ്രഹ്മണ്യൻ. അപ്പോൾ ഇത് നമ്മൾ ഈ പറയുന്ന കഥകളൊക്കെ കറക്റ്റാണെന്നുള്ളത് ഇപ്പം നാട്ടുകാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സുബ്രഹ്മണ്യൻ്റെ മകനെ നമ്മൾ യാതൊരു ബന്ധവും ഇല്ലെന്നുള്ളത് നമ്മൾ 2020 മുതലുള്ള എല്ലാ റെക്കോർഡ്സും എൻ്റെ കയ്യിൽ കിടപ്പുണ്ട്. എൻ്റെ ഫേസ്ബുക്കുണ്ട്. ഫേസ്ബുക്കിനകത്ത് തെളിവായിട്ടുണ്ട് നമുക്ക് ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവനുമായിട്ടും അവൻ്റെ വീട്ടുകാരുമായിട്ട് യാതൊരു ഇതും ഇല്ല എന്നുള്ളതിന്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനിങ്ങനെ കള്ളക്കഥകളുണ്ടാക്കുക. സിജി സുബ്രഹ്മണ്യൻ എൻ്റെ ആരോ ആണെന്നൊക്കെ പറഞ്ഞ് നമ്മളിത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇവൻ്റെ വഴിയെ കൂടി ഇങ്ങനെ പോയാൽ നമ്മുടെ വീട്ടിലോട്ട് പോകുന്നതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര കഥകളാണ്. അപ്പം ഇതിലൊന്നും ബാധകമല്ല. നമ്മുടെ വീട്ടിലാണ്, ഇവിടെയാണ്. അപ്പം കഴിഞ്ഞ ദിവസം 13 ഫെബ്രുവരി നമ്മൾ മാവേലിക്കര പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്കാണ് ഇവന്മാർ നമ്മളെക്കുറിച്ച് അനാവശ്യ കഥകൾ. ഞാൻ ശീലമാമൻ്റെ അടുക്ക സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രധാനമന്ത്രി സോമരാജൻ ഇങ്ങോട്ട് വന്ന് പിടുത്തത്തിന് വന്നിട്ട് നമ്മളെ ചീത്ത വിളിക്കുക. ഭയങ്കര തെറിവിളിയായിരുന്നു. ഈ ഗുരുമന്ദിരത്തിനകത്ത് നിന്നാണ് തെറി വിളിക്കുന്നത്. എന്തിനാണ് ഇവൻ ഗുരുമന്ദിരത്തിൽ പോകുന്നത് നമുക്കറിയത്തില്ല. ഭയങ്കര തെറിവിളി. എന്നിട്ട് ഇവൻ പറയുകയാണ് ഞാൻ പറഞ്ഞു എന്നെക്കുറിച്ച് ആകെ എൻ്റെ ഇത് മാത്രമേ ഉള്ളൂ, എന്നെക്കുറിച്ച് കഥ ഉണ്ടാക്കാൻ പറ്റത്തില്ല. എൻ്റെ ലൈഫിലാരും കടന്നു കയറി ഇതാകാനും പറ്റത്തില്ല. എന്നെക്കുറിച്ച് സംബന്ധ കഥകളൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. സംബന്ധ കഥകളൊന്നും എന്നെക്കുറിച്ച് ഉണ്ടാക്കാൻ പറ്റത്തില്ല. കണ്ട ആണുങ്ങൾ ഇവിടെ വരുന്നു പറയുന്നു എന്നുള്ള കഥകളൊന്നും ഇവിടെ ഉണ്ടാക്കാൻ പറ്റത്തില്ല എന്ന് നമ്മൾ പറഞ്ഞു. നമ്മുടെ ഇതാണ്, നമ്മുടെ റൈറ്റാണ്. നമുക്ക് കണ്ട കഥകൾ, ഇവന്മാരൊക്കെ ആരാണ് നമ്മളെക്കുറിച്ച് കഥകൾ ഉണ്ടാക്കാൻ. അപ്പം നമുക്ക് അത് പറ്റത്തില്ല എന്ന് വളരെ കറക്റ്റായിട്ട് പറഞ്ഞു. പിന്നെ നമ്മുടെ ലൈഫ് നമ്മുടേതാണ്, നമ്മുടെ വസ്തുവും വകയൊക്കെ കണ്ടവനുള്ളതൊന്നുമല്ല, അത് എൻ്റെതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കഥകളൊന്നും ഇതിനെക്കുറിച്ചൊന്നും എന്നെ ബാധിക്കുന്നതായ രീതിയിലൊന്നും ഇടപെടാൻ പറ്റത്തില്ല. നമ്മൾ ഇവരുടെ കാര്യങ്ങളിലൊന്നും ഇടപെടത്തില്ല. ഇവന്മാരുടെ കാര്യം ചെയ്യട്ടെ. നമ്മളപ്പം ഇവന്മാരെ ക്യാപ്ചർ ചെയ്യുന്നത് നിർത്തും. എത്രയോ പേര് ഇവിടെ കൂടെ വരും, നമ്മൾ ആരെയും ക്യാപ്ചർ ചെയ്യാറില്ല. ഒത്തിരിയും പേര് ഇവിടെ വന്ന് സംശയാസ്പദമായിട്ട് നിൽക്കുക. എന്നും വന്ന് ഓരോരുത്തർ അവിടെ ഇങ്ങനെ നിൽക്കുക. അതെന്തുവാണ് ഫോണും കൊണ്ട് വന്ന് ഇങ്ങനെ മാറി ഇവിടെ ഇങ്ങനെ നിൽക്കുക. അങ്ങനെ പല പല ഡ്രാമകൾ ഇവിടെ നടക്കുന്നത് നമ്മൾ പിടിക്കും. ഇങ്ങനെ കാറുകൾ വന്ന് കിടക്കുക, നമ്മുടെ ഈ പരിസരത്ത് കാറ് വന്ന് കിടക്കുക, പെണ്ണും ആണും അവിടെ വന്ന് നിൽക്കുക, പിന്നെ നമ്മുടെ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി തിരിക്കുക. അങ്ങനെ പല പല വേലകൾ. എന്നും ദിവസവും വണ്ടികൾ തിരിക്കുക. അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഇത് വണ്ടി തിരിക്കുന്ന ഒരു റോഡ് എൻഡ് ചെയ്യുന്നിടമൊന്നും അല്ല. മനസ്സിലായില്ലേ? ഇപ്പം നമ്മളൊരു ഡെസ്റ്റിനേഷനിലോട്ട് പോയാൽ അവിടെയാണ് പോകുന്നത്, പോയേച്ച് അവിടെ വരിക. അപ്പം ഇവിടോട്ട് വരുന്നു എന്നുള്ളതാണ്. ഇവിടോട്ടാണോ ആരെങ്കിലും വരുന്നത്? അല്ല. അപ്പം നമ്മുടെ ഈ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തിരിക്കാനുള്ളതൊന്നുമല്ല. റോഡ് ഇഷ്ടം പോലെ കിടപ്പുണ്ട്. ഇതിന് പടിഞ്ഞാറ് റോഡ് 2 റോഡുണ്ട്. അങ്ങോട്ടും തെക്കോട്ടും വടക്കോട്ടും കിടക്കുന്ന റോഡുണ്ട്. അവിടോട്ടിട്ട് തിരിക്കാം. ഇതിനങ്ങോട്ട് കിഴക്കോട്ട് പോയാൽ അതുകൊണ്ട് അവിടെ ഒരു റോഡുണ്ട്. അതിനപ്പം കിഴക്കോട്ട് പോയാൽ 3 എടുത്തിട്ട് തിരിക്കാവുന്ന രീതിയിലുണ്ട്. അപ്പം നമ്മുടെ വീടിൻ്റെ മുന്നിലിട്ട് തിരിക്കുന്നതൊക്കെ പർപ്പസ്ലി തിരിക്കുന്നതാണ്, അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും കൊണ്ട് തിരിക്കുന്നതല്ല. അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ എല്ലാം നമ്മുടെ ഈ പണ്ട് ഇരിപ്പുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ഈ പ്രീത എസ് പണിക്കർ എന്ന് പറയുന്നവരുടെ നിർബന്ധപ്രകാരമാണ് നമ്മൾ ഡിലീറ്റ് ചെയ്തത്. എല്ലാം നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നു. ഇനിയും നമ്മൾ ഡിലീറ്റ് ചെയ്യത്തില്ല. കാരണം നമ്മൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും നമ്മൾ ഇതാക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ അനാവശ്യമായിട്ട് കൈ കടത്തുക, നമ്മളെ സ്റ്റോപ്പ് ചെയ്യിക്കുക, അങ്ങനെ പല